പോത്തുംകാല് കഴിക്കാൻ മണ്ണാർക്കാട്ടുകാർക്ക് വയനാട് ചുരം കയറണോ? അതോ മണ്ണാർക്കാട് എവിടെയെങ്കിലും പോത്തുംകാലും വാരിയല്ലും ഒക്കെ കിട്ടുമോ? പോത്തുംകാല് മണ്ണാർക്കാട് കിട്ടുമല്ലോ. മണ്ണാർക്കാട് ഉണ്ട് പോത്തുംകാല്. ആദ്യം വയനാട്ടിലെ കിട്ടിയിരുന്നത്, ഇപ്പൊ മണ്ണാർക്കാടും ഉണ്ട് പോത്തുംകാല്. പറഞ്ഞ പോത്തുംകാല് മണ്ണാർക്കാട് കിട്ടുമല്ലോ. പോത്തുംകാല് നെല്ലിപ്പുഴ പാലാട്ട് ഹോട്ടലിൽ കിട്ടുമല്ലോ. നെല്ലിപ്പുഴ പാലാട്ട് ഹോട്ടലിൽ കിട്ടുമല്ലോ. ഇതാണ് ആളുകൾ പറഞ്ഞ നെല്ലിപ്പുഴയിലെ ഷെഫ് പാലാട്ട് ഹോട്ടൽ. പോത്തുംകാലും വാരിയല്ലും ഉൾപ്പെടെ നിരവധി വിഭവങ്ങളുണ്ടെന്നാണ് ആളുകൾ നമ്മോട് പറഞ്ഞത്. എന്തായാലും നമുക്ക് അകത്ത് കയറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. വാക്ക് വിത്ത് തൻസീറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. വാക്ക് വിത്ത് തൻസീർ പവർഡ് ബൈ നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. നമ്മൾ അകത്ത് കയറിയിരിക്കുകയാണ്. അകത്ത് കയറിയപ്പോൾ ഭയങ്കര ആംബിയൻസ് ആണ് ഇവിടെ. നമുക്ക് നേരെ കിച്ചണിലേക്കൊന്ന് പോവാം. ഞങ്ങൾ തിരുനാവായ വൈരങ്കോട്, ഞങ്ങൾ ഈ റൂട്ടിൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ പോകുന്നതാണ്. ഇതിന് മുന്നേ 1-2 പ്രാവശ്യം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. നല്ല സ്ഥലം. ഇവിടെ ഒരു സ്പെഷ്യലുണ്ട്, പോത്തുംകാല്. ഇത് ഇപ്രാവശ്യം ഏതായാലും ഇപ്പോൾ ഇത് കഴിച്ചപ്പോൾ ഇനിയിപ്പോൾ അതും കൂടി കഴിക്കാൻ പറ്റില്ല. അടുത്ത പ്രാവശ്യം നമുക്ക് അത് കഴിക്കാമെന്നുള്ള ഇതുണ്ട്. ഉദ്ഘാടനത്തിന് അന്ന് മുതൽ ഇത് 4ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. ഞങ്ങൾ മിക്കവാറും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. നല്ല ഫുഡാണ്, നല്ല ടേസ്റ്റി ഫുഡാണ്. കുടുംബത്തോടൊപ്പം വന്നാണ്. ഭക്ഷണം കുഴപ്പമില്ല, നല്ല ഭക്ഷണമാണ്. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇവിടുത്തെ പോത്തുംകാല് പോത്തുംകാല് സൂപ്പറാണ്. ஸ்பெஷல் நல்ல ஃபுட்டான இதான் ஃபர்ஸ்ட் டைம் கேரளா விசிட் பண்ணுறேன். வந்து பிரியாணி ஆர்டர் பண்ணி சாப்பிட்டேன். மந்தி பிரியாணி தான் ஃபர்ஸ்ட் டைம் ட்ரை பண்ணேன். நல்லா இருந்துச்சு, உண்மையிலே சூப்பராக இருந்தது. டிஷ்ஷஸ் எல்லாமே நல்லா இருந்துச்சு, சர்வீஸும் சூப்பராக இருந்துச்சு. ഹാപ്പി. മണ്ണാർക്കാടായിട്ട് പുതിയ ഭക്ഷണ എക്സ്പീരിയൻസ് എല്ലാവർക്കും സമ്മാനിച്ചിരിക്കുകയാണ് ഷെഫ് പാലാട്ട്. സ്ഥിരമായിട്ട് വരാറുണ്ട്, കഴിക്കാറുണ്ട്. നല്ല ഭക്ഷണമാണ്, വെറൈറ്റി ഡിഷസൊക്കെ കിട്ടാറുണ്ട്. പിന്നെ നല്ല ഡീലിംഗ് കറക്റ്റാണ്. എന്തോ പോത്തുംകാല് ഉദ്ഘാടനത്തിന് വന്ന് ട്രൈ ചെയ്തിരുന്നു. റിബൺ ട്രൈ നന്നായിരുന്നു. ഞങ്ങൾ മണ്ണാർക്കാട് തന്നെ. ഫ്രണ്ട്സ് എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ട്. നല്ല സർവീസാണ്, നല്ല ഭക്ഷണമാണ്. ഭക്ഷണം കഴിച്ച ആളുകളുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. മണ്ണാർക്കാട്ട് ഒരു പുതിയ അനുഭവം എന്നാണ് ആളുകൾ നമ്മോട് പ്രതികരിച്ചത്. പോത്തുംകാല്, ചട്ടിച്ചോറ്, ബിരിയാണി ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. കഴിക്കുന്നതിന് മുമ്പ് ഷെഫ് ഹരീഷ് നമ്മോടൊപ്പം ചേരുകയാണ്. എപ്പോഴാണ് ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങാറുള്ളത്? ഇത് നമ്മൾ രാവിലെ ഒരു 7 മണിയാകുമ്പോൾ തന്നെ, ഒരു 7-7:30 ആകുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളും റെഡിയാക്കി വെക്കാൻ തുടങ്ങും. ഒരു 10 മണി 10:30 ആകുമ്പോഴേക്കും നമ്മളിതൊക്കെ എല്ലാം റെഡി ആയിരിക്കും. പക്ഷേ മണ്ണാർക്കാട് ആദ്യമായിട്ടായിരിക്കാം ഒരു പോത്തുംകാല് അതുപോലെ തന്നെ വാരിയിൽ ഇങ്ങനത്തെ ഭക്ഷണ ഐറ്റംസ് ഒക്കെ ഉള്ളത്. അപ്പോൾ ആളുകളൊക്കെ എന്താണ് പറയാറുള്ളത്? അത് ആളുകൾക്കൊക്കെ നല്ല പോസിറ്റീവ് അഭിപ്രായങ്ങളാണ്. ആൾക്കാരിപ്പോൾ ഒരു പ്രാവശ്യം കഴിച്ചത് തന്നെ പിന്നെയും ഒരുപാട് ദൂരത്ത് തന്നെ വന്ന് അന്വേഷിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നല്ല ഭക്ഷണം എന്നാണ് പൊതുവെ ഉള്ള അഭിപ്രായം. എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഇപ്പോൾ? ചട്ടിച്ചോറുണ്ട്, ബിരിയാണി ഉണ്ട്, അതുപോലെ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് വ്യത്യസ്തമായിട്ടുള്ളത് ഇവിടെ? ഒരുപാട് ഫ്യൂഷൻ ഫുഡ്സ് ഉണ്ട്. അപ്പോൾ ബാക്കി ഹോട്ടലിലൊക്കെ അപേക്ഷിച്ചിട്ട് ഒരുപാട് വ്യത്യസ്തതരമായ രീതിയിലാണ് നമ്മൾ ഭക്ഷണങ്ങൾ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ മസ്താനി ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ എവിടെയും ഇല്ല. അത് നമ്മളതായ ഒരു ഷെഫ് പാലാട്ടിൻ്റെ സ്പെഷ്യലാണ്. അപ്പോൾ ഒരു ഹൈദരാബാദി റൈസും അതുപോലെ തന്നെ അപ്പോൾ ഹൈദരാബാദി റൈസും പിന്നെ തലശ്ശേരി ബിരിയാണി, അപ്പോൾ രണ്ടും കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ രീതിയിലുള്ളൊരു വ്യത്യസ്തമായൊരു കോംബോ ബിരിയാണിയാണ്. അതിൽ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഫ്രൈഡ് എഗ്ഗ് ഉണ്ടാവും, പിന്നെ ഒരു തലശ്ശേരി ബിരിയാണീൻ്റെ ഒരു സ്റ്റൈൽ ചിക്കൻ ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ഹൈദരാബാദ് സ്റ്റൈൽ മസാലയും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു വ്യത്യസ്ത രുചിയാണ് മസ്താനി ബിരിയാണി. ഇപ്പോൾ പോത്തുംകാല് പറഞ്ഞു, അതുപോലെ തന്നെ എന്താ വാരിയല്ലുണ്ട്. നമുക്ക് എല്ലാ ദിവസവും അവൈലബിൾ ആണ്. ഇത് ഒരു 3 മണി മുതൽ രാത്രി 12-12:30 വരെയുള്ള സമയങ്ങളിൽ വാരിയല്ല് നമുക്ക് അവൈലബിൾ ആണ്. അത് വെച്ചാൽ വാരിയല്ല് മന്തി ഉണ്ട്, വാരിയല്ല് പിന്നെ അതുപോലെ തന്നെ മസ്താനി വാരിയൽ റൈസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ ഒരു വാരിയൽ കോംബോ തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വ്യത്യസ്തരമായ ഒരു അറബിക് കോംബോ പ്ലാറ്റർ ഉണ്ട്. അതിലും വാരിയല്ലും നമ്മളെ അത്നാൻ കബാബ് പോലെയുള്ള എവിടെയും പൊതുവെ ഹോട്ടലിൽ കിട്ടാത്ത തരത്തിലുള്ള ഒരു കോംബോ പ്ലാറ്ററാണ് നമ്മളിവിടെ ഇറക്കിയിട്ടുണ്ട്. ആളുകൾക്ക് ഇടയിൽ ഇത് നല്ലൊരു അഭിപ്രായമാണ്. നല്ല മൂവിങ്ങുള്ള
ഫുഡ് തന്നെയാണ് ഈ എന്താ പറഞ്ഞാൽ വീൽ ചോപ്സും അതുപോലെ തന്നെ വാരിയലും ഇതൊക്കെ നല്ല അഭിപ്രായമാണ്. യൂത്തായിരിക്കും കൂടുതൽ യൂത്തായിരിക്കും കൂടുതലായിട്ട് അന്വേഷിച്ചിട്ട് വരുന്ന കഴിക്കാറുണ്ട്. പിന്നെ പൊതുവെ കുട്ടികളും പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഇത് പ്രത്യേകം ചോദിക്കാറുണ്ട്. അത് കൂടുതലും അന്വേഷിക്കാൻ എൻക്വയറി വരുന്നത് പോത്തുംകാല്. അതുപോലെ തന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും വയനാട് ചുരം കയറണം എന്നാണ് പോത്തുംകാല് കഴിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ യാതൊരു കെമിക്കലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ ശരിക്കും ഒരു നാച്ചുറലായ, അതായത് നമ്മൾ തന്നെ മസാലകൾ പൊടിച്ചിട്ട് ചേർത്തിട്ടൊരു എന്താന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സ്പൈസി കോംബോ ആണ് ഈ പോത്തുംകാല്. കുട്ടികൾക്ക് വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു മസാലയാണിത്. നിങ്ങൾ മണ്ണാർക്കാട് സ്വദേശിയാണോ? ഞാൻ മണ്ണാർക്കാട് സ്വദേശിയല്ല, ഞാൻ നീലേശ്വരമാണ് എൻ്റെ സ്വദേശം. ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ? ഉച്ചക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പാലാട്ട് സ്പെഷ്യൽ മീൽസ് ഉണ്ട്. അപ്പോൾ എവിടെയും ഇല്ലാതെ, അപ്പോൾ നമ്മൾ പൊതുവേ കഴിക്കുമ്പോൾ ഒരു മീൻ വറുത്തതും പിന്നെ ഒരു മീൻ ചമ്മന്തി അങ്ങനത്തെ കൊടുത്ത് പുറത്ത് ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ ചിലവാകുന്നുണ്ട്. പക്ഷേ ഇതാകുമ്പോൾ നമ്മൾ പാലാട്ട് സ്പെഷ്യലിൽ ഫിഷിൻ്റെ അച്ചാറുണ്ടാവും, ഫിഷ് പീരി ഉണ്ടാവും, അതുപോലെ തന്നെ നല്ലൊരു ഫിഷിൻ്റെ മുളകിട്ട കറികളൊക്കെ ഉണ്ടാവും. അപ്പോൾ സാധാരണ ആൾക്കാർക്ക് പോലും എല്ലാ തരത്തിലുള്ള ആ മീനിൻ്റെ രുചിക്കൂട്ട് പിന്നെ ഇത് നോക്കിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. അതിന് ചട്ടിച്ചോറും വരുന്നു. അതിന് ചട്ടിച്ചോറുണ്ട്. ചട്ടിച്ചോറൊക്കെ പറഞ്ഞാൽ ഏകദേശം നമുക്കതിൽ മീൻ വറ്റിച്ചതുണ്ട്, ബീഫുണ്ട്, ചിക്കനുണ്ട്, അതുപോലെ തന്നെ ഓംലെറ്റ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഒരു സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ അതിന്. ഇപ്പോൾ യൂത്തിന് അറിയേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഈ വാരിയിലും അതുപോലെ തന്നെ പോത്തുംകാലും എല്ലാ ദിവസവും ഇവിടെ അവൈലബിൾ? എല്ലാ ദിവസവും അവൈലബിൾ ആണ് നമുക്ക്. റേറ്റൊക്കെ വളരെ കുറവാണ്. എല്ലാവർക്കും ഒരു ഉൾക്കൊള്ളാവുന്ന റേറ്റാണ്. പോത്തുംകാല് കുറേ നേരമായിട്ട് നമ്മുടെ മുമ്പിലിരിക്കുകയാണ്. വയനാട് പോകുമ്പോഴൊക്കെ പോത്തുംകാല് കഴിച്ചിട്ടുണ്ട്, എന്നാൽ മണ്ണാർക്കാട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എന്തായാലും നമ്മൾ കഴിക്കാൻ പോവാണ്. അടിപൊളിയാണ്. അപ്പം എന്തായാലും മണ്ണാർക്കാട്ടുകാർക്ക് പോത്തുംകാല് കഴിക്കാൻ വയനാട് ചുരം കയറണമെന്നില്ല. മണ്ണാർക്കാട് നെല്ലിപ്പുഴയിലെ പാലാട്ട് ഹോട്ടലിൽ വന്നാൽ മതി. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മണ്ണാർക്കാട് ജനഹൃദയങ്ങളിൽ ഇടം നേടിയ അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ പുതിയ സംരംഭമാണ് പാലാട്ട് ഹോട്ടൽ. UGS ഗ്രൂപ്പിൻ്റെ MD അജിത് പാലാട്ട് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. മണ്ണാർക്കാട്ടുകാരൊക്കെ പറയുന്നത് പുതിയൊരു അനുഭവം എന്നാണ്. അതെ, മണ്ണാർക്കാടിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഹോട്ടൽ പാലാട്ട് റെസിഡൻസ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ഷെഫ് പാലാട്ട് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. മണ്ണാർക്കാട്ടുകാർക്കൊരു പുതിയ അനുഭവം അല്ലെങ്കിൽ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് തീർച്ചയായിട്ടും ഷെഫ് പാലാട്ട് ഒരുക്കിയിട്ടുള്ളത്. ഇതുവരെ മണ്ണാർക്കാട്ടുകാർക്ക് നല്ലൊരു ആംബിയൻസിൽ ഹൈജീൻ ഫുഡ്, നല്ല ആരോഗ്യകരമായ ഭക്ഷണം മിതമായ നിരക്കിൽ കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഷെഫ് പാലാട്ട് ആരംഭിച്ചിട്ടുള്ളത്. അതിൽ ഏകദേശം എല്ലാവരുടെ കയ്യിൽ നിന്നും നല്ലൊരു റിവ്യൂ ആണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം സജഷൻസും വരുന്നുണ്ട്. അപ്പോൾ എല്ലാ സജഷൻസും ഞങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയാണ്. അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതുപോലെ ഈ വീക്കെൻഡ്സിൽ ഞങ്ങൾ മണ്ണാർക്കാട് പുതിയൊരു എക്സ്പെരിമെൻ്റ് നമ്മൾ ചെയ്തു നോക്കി. സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ പബ്ലിക് ഹോളിഡേയ്സിൽ ഞങ്ങൾ മ്യൂസിക് പ്രോഗ്രാംസ്, ഞങ്ങൾ ബാങ്കറ്റ് ഹോളിലൊരു മ്യൂസിക് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഫുഡ് വിത്ത് മ്യൂസിക് അല്ലെങ്കിൽ DJ എന്നുള്ളൊരു ഇത് നമ്മൾ പരീക്ഷിച്ച് നോക്കുകയുണ്ടായി. അപ്പോൾ അത് നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും മണ്ണാർക്കാട് അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിൽ അത്തരത്തിലൊരു എക്സ്പെരിമെൻ്റ് ഇതുവരെ ആരും ചെയ്തിട്ടില്ല. ഈ വരുന്ന ഡിസംബർ വെക്കേഷനിലും അല്ലെങ്കിൽ ന്യൂ ഇയർ ഈവിലൊക്കെ നല്ല കലാകാരന്മാരെ പങ്കെടുപ്പിച്ചു കൊണ്ടിട്ടുള്ള DJ അല്ലെങ്കിൽ മ്യൂസിക് പ്രോഗ്രാംസ് വിത്ത് ഫുഡ് ഞങ്ങൾ പാലാട്ട് റെസിഡൻസിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മണ്ണാർക്കാട് ഈ ഒരു പോത്തുംകാല് അല്ലെങ്കിൽ വാരിയിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആദ്യമായിട്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊക്കെ കൊണ്ടുവരാനുള്ളൊരു പ്രതികരണമൊക്കെ ഭയങ്കരമാണ്. ഈ പോത്തുംകാല് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു വെറൈറ്റിയാണ് അല്ലേ, ഒരു പുതിയ ഇതാണ്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം വയനാട് പോയിട്ട് വരുമ്പോഴാണ് ആദ്യമായിട്ട് ഇത് എക്സ്പെരിമെൻ്റ് ഇങ്ങനൊരു ഇതിനെക്കുറിച്ച് അറിഞ്ഞതും കേട്ടതും അനുഭവിച്ചിരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കത് ഇവിടെ ട്രൈ ചെയ്തുകൂടാ? ഞാൻ മണ്ണാർക്കാട് ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഭാഗത്തൊന്നും പരിസര പ്രദേശങ്ങളിൽ ഞാനിത് കണ്ടിട്ടില്ല, മെനുവിലോ അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു മെനു അല്ലെങ്കിൽ ഒരു ഡിഷ് അങ്ങനെ ചെയ്തുകൂടാ? അത് നല്ല രീതിയിൽ ചെയ്യാം. പക്ഷേ നല്ല ഒരു റിവ്യൂ ആണ് അതിലും കിട്ടിയിട്ടുള്ളത്. പലരും പറഞ്ഞിട്ടുണ്ട് ക്വാണ്ടിറ്റി വൈസും അല്ലെങ്കിൽ കോസ്റ്റ് വൈസും ഒക്കെ നല്ല രീതിയിൽ നിങ്ങളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ
നിങ്ങൾ വെറൈറ്റി ആയ പുതിയ പുതിയ ഡിഷസ് ഡിഷസിന് വരും. തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് അറബിക് പ്ലേറ്റർ നന്നായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ചട്ടിച്ചോറ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ, അതുപോലെ സുൽത്താൻ കിഴി ബിരിയാണി, അങ്ങനെയുള്ള വെറൈറ്റി മസ്താനി ബിരിയാണി, അങ്ങനെയുള്ള വെറൈറ്റി ഡിഷസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഷെഫ് ഹരീഷ് അതിൻ്റെയൊക്കെ പണിപ്പുരയിലാണ്. ഒപ്പം തന്നെ റൂമും ഇവിടെ അവൈലബിൾ ആണ്. അതെ അതെ, നമുക്ക് പറയാം, നമുക്ക് മണ്ണാർക്കാടിനെ സംബന്ധിച്ച് ഏറ്റവും അടുത്തുള്ള ഒരു വിനോദസഞ്ചാര മേഖലയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഉള്ളത്, കേരള ഗവൺമെൻറ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി സൈലന്റ് വാലിയിലേക്ക് അനുദിനം സൈലന്റ് വാലിയിലേക്കും അതുപോലെ ശിരുവാണി ഇപ്പോൾ ഓപ്പൺ ആയത് എല്ലാവർക്കും അറിയാം, റീസെൻ്റ്ലി ആണ് ഓപ്പൺ ആയത്. അപ്പോൾ അവിടേക്കൊക്കെയുള്ള സന്ദർശകരുടെ ഒഴുക്ക് ഇപ്പോൾ ഈ വെക്കേഷനിൽ സീസൺ സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നല്ല രീതിയിൽ സ്റ്റേ ചെയ്യാൻ മിതമായ നിരക്കിൽ റൂമുകൾ, AC, non-AC, ഡീലക്സ് സ്യൂട്ട് റൂംസൊക്കെ ഞങ്ങൾ റെഡി ടു ഓക്യുപ്പൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സീസൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പ്രീ ബുക്കിംഗ് സൗകര്യം കൂടി ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റു പലരും ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് നെക്സ്റ്റ് ഡേ ഈ പറയുന്ന സൈലന്റ് വാലി അല്ലെങ്കിൽ ശിരുവാണിയൊക്കെ പോയി വന്ന് ഒരു ദിവസം കൂടി സ്റ്റേ ചെയ്ത് റെസ്റ്റ് ചെയ്ത് അടുത്ത ദിവസം തിരിച്ചു പോകുന്ന രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും റൂംസിന് നല്ല രീതിയിലുള്ളൊരു ഡിമാൻഡ് വരും ദിവസങ്ങളിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പം തന്നെ നമ്മൾ ആളുകളുടെ പ്രതികരണം കൊടുത്തപ്പോൾ ഇനിയും ആളുകൾ നല്ല ഫുഡ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നോൺ വെജിനും വെജിറ്റേറിയനും ഒരേപോലെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഷെഫ് പാലാട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, അതിന് മുന്നേ പൂജ ഹോളിഡേയ്സിൽ ഞങ്ങളൊരു ദോശ ഫെസ്റ്റിവൽ അറേഞ്ച് ചെയ്യാണ്ടായി. അതിനും അത് വളരെ നല്ല പ്രതികരണമാണ് കിട്ടിയിട്ടുള്ളത്. അതോടൊപ്പം ഈ കല്യാണ പാർട്ടികൾ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ്സ്, റിസപ്ഷൻസ്, ബർത്ത്ഡേ, അങ്ങനെയുള്ള നിരവധി മീറ്റിങ്സ്, അതുപോലുള്ള കമ്പനി മീറ്റിങ്സ്, അതുപോലുള്ള പ്രധാനപ്പെട്ട എല്ലാ പരിപാടികൾക്കും ഞങ്ങൾക്ക് 300 പേരിൽ കൂടുതൽ ആളുകളെ കൊള്ളുന്ന ഒരു ബാങ്കറ്റ് ഹോൾ, AC ബാങ്കറ്റ് ഹോൾ നല്ല രീതിയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ 50 പേരെ ഉൾക്കൊള്ളുന്ന ഒരു ബോർഡ് റൂം ഞങ്ങൾക്കുണ്ട്. വിശാലമായ പാർക്കിംഗ് ഞങ്ങൾക്കുണ്ട്. അതൊക്കെ തന്നെയാണ് പാലാട്ട് റെസിഡൻസിനെ സംബന്ധിച്ച് എടുത്തു പറയാവുന്ന കാര്യങ്ങൾ. അതോടൊപ്പം ഞങ്ങളുടെ ടീം, ഷെഫ് മുതൽ ഞങ്ങളുടെ ഷെഫ് പാലാട്ടിലെ ടീംസ്, അതുപോലെ ഹോട്ടൽ പാലാട്ട് റെസിഡൻസിലെ ടീം, അപ്പോൾ എല്ലാം ഞങ്ങൾ ഫുള്ളി ആ ഒരു ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ഒരു പുതിയ അനുഭവം തന്നെയാണ് ഹോട്ടൽ പാലാട്ട് റെസിഡൻസിൽ അല്ലെങ്കിൽ ഷെഫ് പാലാട്ടിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുക. എല്ലാവരും സ്വാഗതം. എല്ലാവിധ വിഭവങ്ങളും നിങ്ങളെല്ലാവരും ഈ വരുന്ന ക്രിസ്മസ് ന്യൂ ഇയർ സീസണിൽ എല്ലാവരും വന്ന് ഒരിക്കൽ കൂടി ഷെഫ് പാലാട്ടിലെ വിഭവസമൃദ്ധമായ അല്ലെങ്കിൽ വെറൈറ്റി ഡിഷസ് നിങ്ങളെല്ലാവരും അനുഭവിച്ചറിയുക അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് നടത്തുക. എന്നാലല്ലേ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസായിട്ട് ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ കൂടി നേരുകയാണ്. കുടുംബത്തോടൊപ്പം വന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു കിഡിലൻ സ്പോട്ട് തന്നെയാണ് നെല്ലിപ്പുഴയിലെ പാലാട്ട് ഹോട്ടൽ. അപ്പോൾ എന്തായാലും എല്ലാവരും വരിക, ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് ആസ്വദിക്കുക. വാക്ക് വിത്ത് തൻസീറിൻ്റെ ഈ ആഴ്ചയിലെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു കിഡിലൻ സ്പോട്ടുമായി നമുക്ക് വീണ്ടും കാണാം. വാക്ക് വിത്ത് തൻസീർ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.